7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയായിരുന്നു ആ മാതാപിതാക്കൾക്ക് ശ്രേയമോൾ. ഏക മകളായതുകൊണ്ട് തന്നെ അത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും അവർ ആ കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ടാവുക. എന്നാൽ വളർന്നു വലുതായി 18 വയസ്സ് തികയുന്ന ആ പിറന്നാൾ ദിനത്തിൽ പൊടുന്നനെ അവൾ മാതാപിതാക്കളുടെ അരികിൽ നിന്നും എന്നേക്കുമായി യാത്രയായി. ഹൃദയം നുറുങ്ങുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പുറത്തു വന്നത്. പാലക്കാട് പുൽപ്പുള്ളി ചിറവട്ടത്തെ രാജന്റെയും ബിന്ദുവിന്റെയും ഏകമകളായ ശ്രേയയുടെ മരണം ഇപ്പോഴും ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഒന്നും വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ശ്രേയമോളുടെ പിറന്നാൾ. അന്ന് തന്നെയായിരുന്നു ശ്രേയയ്ക്ക് സ്കൂളിൽ നിന്നും TC വാങ്ങാൻ പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരും കൂട്ടുകാരും എല്ലാം ചേർന്ന് സ്കൂളിൽ വെച്ച് ശ്രേയയ്ക്ക് ഒരു സർപ്രൈസ് നൽകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു. അതിനായി അവർ ഒരു കേക്ക് വാങ്ങി അതിൽ പുതിയ ഡിസൈനിൽ പേരെല്ലാം എഴുതി കാത്തിരിക്കുകയുമായിരുന്നു. എന്നാൽ അതിനിടയിൽ അധ്യാപകരെയും കൂട്ടുകാരെയും എല്ലാം തേടിയെത്തിയത് ഉള്ളുലയ്ക്കുന്ന ആ മരണവാർത്തയായിരുന്നു. ഇതോടെ പിറന്നാൾ ആഘോഷത്തിനായി തയ്യാറെടുത്ത ആ സ്കൂൾ മുഴുവൻ സങ്കടക്കടലായി മാറി. വെള്ളിയാഴ്ച രാവിലെ 8:30 ആ സംഭവം നടക്കുന്നത്. രാവിലെ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോയതായിരുന്നു ശ്രേയ. ഈ സമയം അമ്മ ബിന്ദു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുളിമുറിയിലേക്ക് കയറുന്നതിനിടെ ശ്രേയ പൊടുന്നനെ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് മരണകാരണമായത് എന്നാണ് പ്രാഥമികമായി ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിയോടെ പുൽപ്പുള്ളി ചിറവട്ടത്തെ വീട്ടിലേക്കെത്തിച്ച ശ്രേയയെ അവസാനമായി കാണാനെത്തിയവർക്ക് വിഷമം അടക്കാനായിരുന്നില്ല. ശ്രേയയുടെ മാതാപിതാക്കളുടെ പൊട്ടിക്കരച്ചിലുകൾ കണ്ടുനിന്ന എല്ലാവരെയും കണ്ണീരിലാക്കി. 7 വർഷം കാത്തിരുന്ന് കിട്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയില്ലേ എന്ന് പറഞ്ഞാണ് അമ്മ ബിന്ദു ആർത്തു വിളിച്ച് കരയുന്നുണ്ടായിരുന്നത്. തേങ്ങിക്കരഞ്ഞുകൊണ്ട് പിതാവിന്റെ സങ്കടം പറച്ചിലും സഹിക്കാനാകുന്നതായിരുന്നില്ല. കോഴിക്കോട് ജോലി ചെയ്തിരുന്ന പിതാവ് രാജൻ ആഴ്ചയിലൊരിക്കൽ മാത്രം വീട്ടിൽ വരുന്നതിൽ ശ്രേയ എപ്പോഴും പരിഭവം പറയാറുണ്ടായിരുന്നു. നല്ലേപ്പിള്ളി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 90% മാർക്കോടെയാണ് ശ്രേയ +2 പാസ്സായത്. തുടർന്ന് ബിരുദ പ്രവേശനത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു. ശ്രേയയ്ക്ക് സിവിൽ സർവീസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നാണ് കൂട്ടുകാരികൾ പറഞ്ഞത്. മരണപ്പെടുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുന്നേ പോലും നിറപുഞ്ചിരിയോടെ കണ്ട ശ്രേയ നിശബ്ദയായി മടങ്ങുമ്പോൾ യാത്ര പറയാൻ പോലും കഴിയാതെ വിതുമ്പുകയാണ് ഉറ്റവരെല്ലാവരും. നേരത്തെ ഹൃദയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ശ്രേയയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.